ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ മെഷർമെൻറ്റിൻ്റെ ക്ലാസ്സിൽ നമ്മൾ മെഷർമെൻ്റ് എടുത്ത് കാണിച്ചത് ഇങ്ങനെ ചരട് അല്ലെങ്കിൽ വള്ളി ഇടുന്ന ടൈപ്പാണ്. അപ്പം പിന്നീട് കമൻറ്റ് ബോക്സിൽ ഒരാൾ ചോദിച്ചിരുന്നു എലാസ്റ്റിക്കുള്ള ടൈപ്പ് എങ്ങനെയാണ് അളവെടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് എല്ലാവർക്കും കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ട് ഇതിൽ കാണിക്കുകയാണ്. അപ്പം എലാസ്റ്റിക്കുള്ള പാൻസ് ആണെങ്കിൽ ഇങ്ങനെ നല്ല വലിച്ച് പിടിച്ചിട്ട്, അതായത് ആ എലാസ്റ്റിക് മാക്സിമം വലിച്ചിട്ട് കറക്റ്റ് വേസ്റ്റ് അളവ് എടുക്കുക. മാക്സിമം വലിച്ച് ഇങ്ങനെ എടുക്കുക. അത് ടൈറ്റായി പിടിച്ചിട്ട് തന്നെ എടുക്കണം. ബാക്കിയൊക്കെ സാധാരണ പോലെ തന്നെ. അപ്പോൾ ഇനി നമുക്ക് തുണി എങ്ങനെയാണ് മടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ തുണി രണ്ട് വിധത്തിൽ മടക്കാം. അപ്പം അതിനെ വീതിക്ക് തന്നെ അത് നീളം ആദ്യം മടക്കിയിട്ട് പിന്നീട് വീതിക്ക് മടക്കാം, അല്ലെങ്കിൽ വീതിക്ക് തന്നെ രണ്ട് പ്രാവശ്യമായിട്ട് അങ്ങനെയും മടക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഗ്രാഫ് നല്ലോണം ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഗ്രാഫ് നോക്കാതെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം വേണ്ടി വന്നാൽ നോക്കിക്കോളൂ, പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി നമ്മൾ അതൊന്ന് മനസ്സിൽ തറവാവും. അപ്പോൾ ആദ്യം നീളം രണ്ടായി മടക്കി, അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് മടക്കുന്നത്. രണ്ടായി മടക്കി പിന്നീട് വീതിക്ക് മടക്കുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ വർക്കോ ഡിസൈനോ ഒക്കെ ഉള്ള തുണിയാണെങ്കിൽ അതിനനുസരിച്ച് അത് നോക്കിയിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മടക്കണം. അപ്പോൾ ഈ തുണി ഇപ്പോൾ ഞാൻ ഈ ആദ്യം നീളം രണ്ടായി മടക്കി പിന്നീട് വീതി മടക്കാൻ പോവാണ്. അപ്പോൾ ഈ വീതി മടക്കുമ്പോൾ നമുക്ക് ഫുള്ള് നേരെ പകുതിയായിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്യാം, പ്രശ്നമില്ല. പക്ഷേ അങ്ങനെ മടക്കുമ്പോൾ ഞാൻ ടോപ്പിൻ്റെ കട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ വെറുതെ ചെറിയ ചെറിയ പീസായിട്ട് പോവും. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോച്ച് വിഡ്ത്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം മടക്കിയാൽ മതി. അപ്പോൾ ബാക്കിയുള്ള തുണി സൈഡിൽ വലിയ പീസായിട്ട് കിട്ടും. അപ്പോൾ ഫസ്റ്റ് മീതെ നോക്കാം, പിന്നീട് മിഡിൽ നോക്കാം, പിന്നീട് താഴെ നോക്കാം. അപ്പോൾ മൂന്ന് സൈഡിലും ക്രോച്ച് വിഡ്ത്ത് നോക്കണം. തുണി ചെരിഞ്ഞിട്ടൊന്നും ഇല്ലാതെ നല്ല കറക്റ്റ് തന്നെ ആയിട്ട് മടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ലെങ്ത്ത് എടുക്കാം. അപ്പോൾ ലെങ്ത്ത് ഇപ്പോൾ എനിക്ക് ഇതിൽ 42 ആണ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ കറക്റ്റ് അളവാണത്. അതും രണ്ട് സൈഡും നോക്കാം. ഇനിയിപ്പോൾ അതല്ല നിങ്ങളുടെ അളവ് വേറെ ആണെങ്കിൽ ആ അളവ് എവിടെ വരുന്നത് അവിടെ രണ്ട് സൈഡിലും അളവെടുത്ത് മാർക്ക് ചെയ്തിട്ട് ലൈൻ വരക്കാം. ഇനി മൂന്നാമതായിട്ട് വേസ്റ്റിൻ്റെ വിഡ്ത്ത് എടുക്കാം. അപ്പോൾ അവിടെ മാർക്ക് ചെയ്യാം. ഇനി നാലാമതായിട്ട് ക്രോച്ച് ലെങ്ത്താണ് എടുക്കേണ്ടത്. അപ്പോൾ ക്രോച്ച് ലെങ്ത്ത് ഓപ്പൺ സൈഡിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങോട്ട് മടക്കിയത് നമ്മളെ ഭാഗത്തുള്ള ഈ സൈഡ്, അതായത് നമ്മളെ അടുത്തായിട്ട് നിൽക്കുന്നത് ക്ലോസ്ഡ് ഭാഗമാണ്. അപ്പോൾ ഇതാണ് ഓപ്പൺ സൈഡ്. ഓപ്പൺ സൈഡിലാണ് ക്രോച്ച് ലെങ്ത്ത് എടുക്കേണ്ടത്. ഇനി അഞ്ചാമതായിട്ട് ആംഗിളിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷേപ്പൊക്കെ വരക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ക്രോച്ച് വിഡ്ത്തിൻ്റെ അവിടെ ഒരു ലൈൻ വരക്കണം. അപ്പോൾ അതിനുവേണ്ടി ക്രോച്ച് ലെങ്ത്ത് ഈ സൈഡിലും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. അതിന് ശേഷം ആ ലൈൻ വരക്കാം. ക്രോച്ച് വിഡ്ത്തിൻ്റെ ലൈൻ വരക്കാം. ഇപ്പോൾ നമുക്ക് വേസ്റ്റ് വിഡ്ത്തുനിന്ന് ക്രോച്ച് വിഡ്ത്തിൻ്റെ ലൈനിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെയും കൂടി ഒന്ന് വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ ആ ലൈൻ കറക്റ്റ് വളഞ്ഞു പോവാതെ കറക്റ്റ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി വേസ്റ്റ് വിഡ്ത്തുനിന്ന് നേരെ ക്രോച്ച് വിഡ്ത്ത് ലൈനിലേക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ആദ്യം ക്രോച്ച് വിഡ്ത്തിനനുസരിച്ച് മടക്കി, പിന്നെ ലെങ്ത്ത് എടുത്തു, പിന്നെ വേസ്റ്റ് വിഡ്ത്ത് എടുത്തു, ക്രോച്ച് ലെങ്ത്ത് എടുത്തു, ആംഗിൾ വിഡ്ത്ത് എടുത്തു. ഇനി നമുക്ക് ക്രോച്ച് വിഡ്ത്തിൻ്റെ അവിടെ ലൈനും വരച്ചു. ഇനി നമുക്ക് ഈ ഷേപ്പാണ്. പിന്നെ വേസ്റ്റ് വിഡ്ത്തുനിന്ന് ക്രോച്ച് വിഡ്ത്തിൻ്റെ അവിടത്തേക്കും ലൈൻ വരച്ചു. ഇനി നമുക്ക് അവിടെ ആ കേവ് വരച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ ലൈനിൻ്റെ അറ്റത്തുനിന്ന്, അതായത് താഴേന്ന് മുകളിലേക്കായിട്ട്, അതായത് ക്രോച്ച് വിഡ്ത്ത് ലൈനിൻ്റെ അവിടുന്ന് മുകളിലേക്കായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ 3 ഇഞ്ച് എന്നാണ് നമുക്ക് കേവ് വരക്കേണ്ടത്. അപ്പം അധികം കുഴിഞ്ഞോവാതെ ആയിരിക്കണം ഈ കേവ്. അതായത് നമ്മൾ കൈക്കുഴി വരക്കുന്ന പോലെ അത്ര കുഴിയണ്ട, ജസ്റ്റ് ക്രോസ് അല്ല, എന്നാൽ ചെറിയൊരു കേവ് അങ്ങനെ വരച്ചാൽ മതി. അപ്പം കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട്
നിങ്ങൾക്ക് പിന്നെ അത് ഈ ടേപ്പൊന്ന് വെച്ച് അത് ഇങ്ങനെ ക്രോസായിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഫസ്റ്റ്. അതിന് ശേഷം ഒരു 1/2 ഇഞ്ച് കേവാക്കി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റൊക്കെ ആകുമ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അങ്ങനെ കേവ് വരക്കുമ്പോൾ. അതായത് എത്ര കുഴിയണം എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ക്രോസ് ലൈൻ വരച്ച്, പിന്നെ ഇനി ഈ ക്രോച്ച് വിടുത്തുനിന്ന് ആംഗിൾ വിടുത്തിലേക്ക് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാം മാർക്ക് ചെയ്തു, അതിൻ്റെ ഷേപ്പും ഒക്കെ വരച്ചു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ കട്ടിങ് പിന്നെ താഴേന്ന് മുകളിലേക്കായാലും കുഴപ്പമില്ല, മുകളിൽ നിന്ന് താഴേക്കായാലും പ്രശ്നമില്ല. നിങ്ങൾ ഏതാണ് എളുപ്പം നിങ്ങൾക്ക് തോന്നുന്നത് അതുപോലെ ചെയ്യാം. പിന്നെ നമ്മളിങ്ങനെ മടക്കിയതുകൊണ്ട് ഈ ഭാഗം ക്ലോസ്ഡ് ആയിട്ടാണുള്ളത്. അപ്പോൾ അത് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കണം. മറ്റേ വിധത്തിലാണ് മടക്കുന്നതെങ്കിൽ 2 സൈഡും ഓപ്പൺ തന്നെയായിരിക്കും, ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ആയിട്ട് വരില്ല. അപ്പോൾ ഇവിടെയാണ് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പാൻസിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ പാൻസ് വളരെ എളുപ്പമാണ്, ടോപ്പിൻ്റെ അത്രയൊന്നും പണിയില്ല. അപ്പോൾ പാൻസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കൂടി ഒരു 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഈ പാൻസിൻ്റെ കട്ടിങ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ചെറിയ അളവിൽ ഒരു ന്യൂസ് പേപ്പറിലൊക്കെ 2-3 എണ്ണം ഒന്ന് കട്ട് ചെയ്ത് നോക്കുക, അങ്ങനെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് സ്റ്റിച്ചിങ് ക്ലാസ്സുമായി ഉടനെ കാണാം.